ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പായസമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള പായസം പ്രത്യേക ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ടുള്ള ഈ പ്രഥമനാണല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ്. അതൊരു കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് അളവിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കടലപ്പരിപ്പിൻ്റെ ആ റോസ്റ്റ് ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലൊരു 6 വിസിലാണ് ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ചില കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞിട്ടില്ല. ചെറുതായിട്ടിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ആ തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ല ഉടച്ചിങ്ങനെ പേസ്റ്റ് പോലെ ആക്കണ്ട. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. പായസം ഉണ്ടാക്കാൻ ഒരു പാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അടികട്ടിയുള്ള ഏത് പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഈ പ്രഥമനൊക്കെ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇപ്പോൾ തേങ്ങക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കുറച്ച് കാഷ്യൂ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കിസ്മിസ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മുന്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ ഉരുളിയിൽ തന്നെ അതിൽ കുറച്ച് നെയ്യുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നല്ലോണം ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കും. പക്ഷേ നന്നായി പേസ്റ്റ് ആക്കണ്ടെന്ന് മാത്രം. നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം ഞാൻ ഈ പായസത്തിന് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ ശർക്കര കുറക്കാം. ഇനി ശർക്കരയും കടലപ്പരിപ്പും ഒക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സാക്കാം. അത് ശർക്കരയും കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് അതിൽ ആ കടലപ്പരിപ്പിലേക്ക് ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പായസം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇപ്പോൾ ശർക്കരയും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ തേങ്ങ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ തിളച്ച് ഒന്ന് കുറുക്കി വറ്റി വരണം. ഇനി കുറച്ച് ചുക്കും ജീരകം ഏലക്കായും കൂടി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ചുക്കില്ലെങ്കിൽ ഏലക്കായും ജീരകം മാത്രം ചേർത്താൽ മതി. പക്ഷേ ചുക്ക് കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വറ്റി വരണം. ആ തേങ്ങാപ്പാലും ആ കടലപ്പരിപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിളക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ പായസം ഇരിക്കും തോറും ഇങ്ങനെ കട്ടിയായിട്ട് വരും. ഇപ്പോൾ കുറച്ച് ലൂസാണ്, പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ കട്ടിയായിട്ട് വരും. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ടുള്ള പായസമാണ്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ പായസം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും.
തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളൂ പായസത്തിന്. നല്ല നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.